നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ മടിയിലിരുത്തണ്ടേ? ഞാൻ വെറുക്കുന്നൊരു ചടങ്ങിൽ ചിരിച്ചോണ്ടിരിക്കണ്ടേ? കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ പിന്നെ ഇത് ചെയ്താൽ എന്താ കുഴപ്പം? ചടങ്ങിന് നേരമായി. നീ താഴേക്ക് വരുന്നില്ലേ? ഞാൻ തീരുമാനിച്ച ചടങ്ങല്ല, എനിക്ക് താല്പര്യമുള്ള ചടങ്ങുമല്ല. വീണ, ഇത്തരം ഒരു അവസരത്തില് നീ വില പേശരുത്. ശരിയാ, നീ തർക്കിച്ച എനിക്ക് അപേക്ഷിക്കേണ്ടി വരും, നിന്റെ കാല് പിടിക്കേണ്ടി വരും. പക്ഷെ ആ കുഞ്ഞിന്റെ കാര്യം. ഹരിയേട്ടൻ കേറി വാ. കേറി വാ ഹരിയേട്ട. അതിബുദ്ധിമാനായ നിങ്ങളോട് വിലപേശണമെങ്കിലേ കൃത്യമായ സമയം തന്നെ തിരഞ്ഞെടുക്കണം. ഞാൻ പലതവണ ആവശ്യപ്പെട്ടൊരു കാര്യം നമുക്കിടയിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ഡിവോഴ്സ്. ഞാൻ പ്രസവിക്കുന്ന ദിവസം എനിക്ക് ഡിവോഴ്സ് അനുവദിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതാ. മണ്ണിനെ സ്നേഹിക്കുന്നവൻ വാക്ക് തെറ്റിക്കില്ലെന്ന് കൂടെ കൂടെ പറയുന്നത് നിങ്ങൾ തെറ്റിച്ചു. ഇനി എനിക്കിതിൽ വിട്ടുവീഴ്ചയില്ല. ഞാൻ താഴെ വരാം, ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഈ പേപ്പറുകളിൽ ഒപ്പിടണം. നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. കുഞ്ഞിന്റെ കാര്യത്തില് ഞാൻ ഒരു അവകാശവാദവും പറയില്ല. എനിക്ക് എന്നെ സ്വതന്ത്രയാക്കിയല്ലേ പറ്റൂ. പിന്നെ എന്നോട് നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കരിയറിന് വേണ്ടി ശ്രമിക്കുമ്പോ നിങ്ങൾ എന്നെ സഹായിക്കാന്ന്. ആ സഹായം എനിക്ക് വേണമെന്നില്ല. അതില്ലാതെ തന്നെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തില് ഞാൻ ചെന്ന് ചേരും. ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പോരല്ലോ, എനിക്കിഷ്ടമില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ മടിയിലിരുത്തണ്ടേ? ഞാൻ വെറുക്കുന്നൊരു ചടങ്ങിൽ ചിരിച്ചോണ്ടിരിക്കണ്ടേ? കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ പിന്നെ ഇത് ചെയ്താൽ എന്താ കുഴപ്പം? കുഞ്ഞിന്റെ ചടങ്ങ് നടക്കണ്ടേ ഹരിയേട്ടാ? ഒന്നുകിൽ ഇതിൽ ഒപ്പിടാം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മയില്ലാതെ ചടങ്ങ് നടത്താം. എനിക്ക് എന്തായാലും മാറ്റമില്ല. ഹരി, കേട്ടില്ലേ? എല്ലാരും തിരക്കി തുടങ്ങി. ഇനി ഹരിയേട്ടൻ തീരുമാനിച്ചു. വീണയുടെ ഭർത്താവിനെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചോളൂ. വീണ ഗർഭിണിയാണ്. അമ്മാവൻ പേടിക്കണ്ട. നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തില് വീണയുടെ കഴുത്തില് ഞാൻ താലി കെട്ടിക്കോളാം.
നിങ്ങൾ കെട്ടുന്ന ഈ താലി എനിക്കൊരു ഭാരം. ഒരിക്കലും നിങ്ങൾ ഞാൻ എന്റെ ഭർത്താവായിട്ട് അംഗീകരിക്കില്ല. നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. ഈ കുഞ്ഞ് ജനിച്ചയുടൻ എനിക്ക് ഡിവോഴ്സ് തരാന്നുള്ള എഗ്രിമെന്റ്. ഇനി നമുക്ക് ചടങ്ങ് നടത്താം. കുഞ്ഞിപ്പോ പൂർണ്ണമായും നിങ്ങളുടേതാ. നിങ്ങളുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഞാനും പങ്കെടുക്കാം. അമ്മയായിട്ടല്ല, അതിഥിയായിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.